ചേച്ചിക്ക് ഇനിയും ട്രിപ്പ് പോയ സമയത്ത് ആരെങ്കിലും കൂടെ വേണം, അല്ലെങ്കിൽ ഒരു പാർട്ണർ കൂടെ വേണം, ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ച് അടിച്ചു പൊളിച്ച് ഒരു വൈബാക്കാൻ തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ ആഗ്രഹം എനിക്കില്ല. അങ്ങനെ അതെനിക്ക് ഇഷ്ടമില്ല. എനിക്ക് സോളോ യാത്രയാണ് ഇഷ്ടം. സോളോയാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരാളെ കൂട്ടി നമ്മൾ അതേ വൈബ് തന്നെ ആയിരിക്കണം എന്നില്ല അവർക്ക്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ വേറെ ആയിരിക്കാം. ചിലപ്പം നമ്മളിപ്പോൾ നടക്കാൻ പറ്റാത്ത ഒരാളായിരിക്കാം. ചിലപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് ആഗ്രഹിക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളാകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫുഡ് കഴിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ആക്കും. ഇപ്പം ഞാനിപ്പോൾ തായ്ലൻഡിൽ പോയത് ഫുള്ളും ബൈക്കിലായിരുന്നു കറങ്ങിയത്. അപ്പോൾ ഒരാൾ കൂടെ ഉണ്ടാകുമ്പം അവർക്ക് ചിലപ്പോൾ അതിനെ പറ്റിയത്, അവർക്ക് ചിലപ്പോൾ ടാക്സി വേണ്ടി വരും. കാരണം എന്തായാലും ശരിയാവില്ല. അതാണ്. അപ്പോൾ ഇനി ട്രിപ്പ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് സോളോ യാത്രയാണ് എനിക്കിഷ്ടം. സോളോ യാത്ര തന്നെയാണ്. അപ്പോൾ ചേച്ചി പോയ സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? ഇപ്പം എവറസ്റ്റ് കയറാനായാലും അവിടെ എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്? അവിടെ സാഹചര്യം എന്ന് വെച്ചാൽ ഒന്നാമത് ഫുഡാണ്. ഇവിടുത്തെ ഫുഡല്ലല്ലോ അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് താൽബാത്ത് പറഞ്ഞിട്ട് ഒരു സംഗതി കിട്ടുമായിരുന്നു. കുറച്ച് ചോറും ചെറുപയർ കറിയും പിന്നെ ഇവിടുത്തെ കോളിഫ്ലവർ പോലത്തെ ഒരു ഇലയൊക്കെ വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾ ബീഫ് ഉള്ള കറി കിട്ടും. അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് അതൊക്കെ മേലോട്ടെത്തുമ്പോഴേക്കും അതൊന്നും കിട്ടൂല. പിന്നെ അവിടെ നല്ല പൈസയാണ്, എക്സ്പെൻസീവാണ് ഫുഡിന്, ഭയങ്കര പൈസയാണ്. 2 ബോയിൽഡ് എഗ്സിനൊക്കെ കൊടുക്കണം 350 രൂപ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ അധികം രാവിലെ 2 പുഴുങ്ങിയ മുട്ട വാങ്ങും. ഒന്ന് രാവിലെ കഴിക്കും, ഒന്ന് രാത്രിത്തേക്ക് വേണ്ടി മാറ്റി വെക്കും, വന്നിട്ട് അവൻ കഴിക്കാൻ. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഇവിടുന്ന് ഡേറ്റ്സും കുറച്ച് നട്ട്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആദ്യഘട്ടത്തിൽ ഞാൻ കഴിക്കുമായിരുന്നു. പിന്നെ കുറച്ച് 2-3 സ്റ്റെപ്പ് മേലെ എത്തും ഭയങ്കര തണുപ്പായില്ലേ. തണുപ്പായപ്പം കൊണ്ടുപോയി ചോക്ലേറ്റൊക്കെ നല്ല മരക്കട്ട പോലെ ഇരിക്കും, ഹാർഡായിട്ട് തിന്നാൻ പറ്റില്ല. പിന്നെ നമ്മളെ ബോഡിയും അതിനത്ര ഒട്ടും എന്താണ് അത്ര നമുക്കത് സ്വീകരിക്കാനുള്ളൊരു മനസ്സും ഉണ്ടാവില്ല, തിന്നാനുള്ള മനസ്സൊന്നും ഉണ്ടാവില്ല. കാരണം ഭയങ്കര തണുപ്പാണ്. ഗ്ലൗസ് ഇട്ടാലും ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ ചൂടുവെള്ളം കുടിക്കാനേ തോന്നില്ലൊന്നും. അത് ചൂടില്ലാതെ എന്തെങ്കിലും വാട്ടർ, അതായത് നമ്മൾ പിന്നെ കഴിക്കുന്നത് ഗാർലിക് സൂപ്പ്, പിന്നെ ചിക്കൻ സൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരുന്നു. അത് താഴെ കുറച്ച് എത്തുമ്പോഴേ നല്ല സൂപ്പായിട്ട് കിട്ടുമായിരുന്നു. പിന്നെ മേലെ എത്തുമ്പോൾ പിന്നെ അത് വെറും വെള്ളമായിട്ട് മാറും, പേര് മാത്രമേ ഉണ്ടാവില്ല. കാരണം അതങ്ങനെ പറ്റും അവർക്ക്. താഴ്ന്ന് കൊണ്ടുപോയിട്ട് വേണം അവർ നമുക്ക് ഫുഡ് തരാൻ. അപ്പോൾ അത്രയും പൈസയും കൊടുക്കണം. ഒരു ഗാർലിക് സൂപ്പിനൊക്കെ 600 രൂപയൊക്കെ കൊടുക്കണം. അങ്ങനെയാണ് ചെറിയൊരു പാത്രത്തിൽ. അങ്ങനെയാണ്. നല്ല എക്സ്പെൻസാണ്. നല്ല എക്സ്പെൻസാണ് ഭക്ഷണത്തിന്. ജീവിക്കുന്നവർക്കും അതിനേക്കാളും. കാരണം അവർ ജീവിക്കുന്നത് നമ്മളെ പോലത്തെ ആൾക്കാർ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ്. നമ്മുടെ അടുത്ത് നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവർ ജീവിക്കുന്നത്. പിന്നെ ഓഫ് സീസൺ ആയത് കാരണം ആൾക്കാർ കുറയും. അപ്പോൾ അവർക്ക് ഈ ഫുഡൊന്നും അവർക്ക് പൈസ കിട്ടുന്നത്. റെൻറ്റ് ചിലപ്പോൾ അവർ പറയും നിങ്ങൾ ഫുഡ് കഴിക്കുന്ന ആ റെൻറ്റ് വേണ്ടാന്നൊക്കെ താഴെ നിന്നുള്ളവരൊക്കെ പറയും. പിന്നെ മേലെ എത്തുമ്പോൾ അവർക്ക് ഒന്നും ഒഴിവാക്കൂല അവർ. കാരണം അവർക്ക് ഈ സീസണിൽ അത്രയും ആൾക്കാർ പോലും. ഒരു ദിവസം ഒരു 4-5 ആൾക്കാരും അങ്ങനെയൊക്കെ ഒരു ഹോട്ടലിൽ ഉണ്ടാവും. ചിലപ്പോൾ 1-2 ആൾക്കാരേ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഈ വരുമാനം അതാണ്. അപ്പോൾ പിന്നെ അവരെന്തായാലും നമ്മൾ കൊടുക്കണം. കാരണം അവർക്കും ജീവിക്കണമല്ലോ. അവിടുത്തെ ഒരു അത്രയും എത്ര ഡിഗ്രി ആയിരുന്നില്ലേ? 16. അന്ന് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറുന്ന സമയത്ത് ആ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ -16 ആയിരുന്നു. രാത്രിക്കാണ് -24 ഒക്കെ വന്നിട്ടുണ്ടായി ആ ദിവസം. അതെങ്ങനെയാണ് തരണം ചെയ്തത്? എങ്ങനെ തരണം ചെയ്തെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്ക് അതിന് ഉത്തരവില്ല എന്ന് പറയാൻ. സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, പിന്നെ 2 സ്വെറ്റർ തരും അവർ. അത് ഒന്നിട്ട് അതിൻ്റെ മേലെ 2 കൂടി ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഹിമാലയത്തിൻ്റെ അടിയിൽ പോയി, ഹിമാലയം നമ്മളെ മേലെ തലയൊക്കെ മീതെ ഹിമാലയം പോലും നമ്മൾ അതിൻ്റെ അടിയിൽ പോയി നിന്ന പോലെ ഉണ്ടാവും. അത്രയും വെയിറ്റായി കംപ്ലീറ്റ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.